ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി വിജിലൻസ്. ആരോപണം നിഷേധിച്ച് EU ജാഫർ. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി ജാഫർ. വടക്കാഞ്ചേരി കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് ജനാധിപത്യത്തിന്റെ അന്തസ് കാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. കോൺഗ്രസിന്റെ പ്രചാരവേല ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കേരളത്തിന് പുറത്ത് BJP മറ്റ് സംഘടനകളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ നാണംകെട്ട കച്ചവടമാണ് നടന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്. രാജ്യത്ത് വർഗീയത തിരികെ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് കേക്കുമായി പോകുന്ന ചിലർ തന്നെ ക്രൈസ്തവരെ ആക്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട, പടിയൂർ, എടത്തിരിഞ്ഞി, കാക്കാതുരുക്കി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളിലെ പൂട്ട് തകർത്താണ് 4 അംഗ സംഘം മോഷണം നടത്തിയത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. വാൽപ്പാറയിൽ വീണ്ടും കാട്ടാനാക്രമണം. തോട്ടം തൊഴിലാളിയുടെ വീട് കാട്ടാന തകർത്തു. ഭീതിയിൽ തൊഴിലാളി കുടുംബങ്ങൾ. ചൊക്കര, മുപ്പിളി പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിലും കാട്ടാന ശല്യം രൂക്ഷം. വാർത്തകളിലേക്ക് വിശദമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്ത ശബ്ദ സന്ദേശം പുറത്ത്. EU ജാഫറിനാണ് കോഴ വാഗ്ദാനം ചെയ്തത്. അനിൽ അക്കരയുടെ പരാതിയിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്രനായി വിജയിച്ച ജാഫർ വോട്ട് മറിച്ചതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടെന്നാണ് ആരോപണം. ജാഫറിന്റെ ശബ്ദരേഖ സഹിതമാണ് PA ഷാനവാസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദം പുതിയ തലത്തിലേക്ക്. UDF സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ CPMന് വോട്ട് മറിച്ചതിനു പിന്നിൽ 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നതായാണ് PA ഷാനവാസ് ആരോപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF തീരുമാനിച്ചിരുന്നത് PA ഷാനവാസിനെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും 7 സീറ്റുകൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജാഫർ വോട്ട് മാറ്റി ചെയ്തതോടെ നറുക്കെടുപ്പ് പോലുമില്ലാതെ CPM പ്രതിനിധി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജാഫർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ 2 സ്ഥാനങ്ങളും UDFന് നഷ്ടമായി. സംഭവവുമായി ബന്ധപ്പെട്ട ജാഫറിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട PA ഷാനവാസ് ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും പണം നൽകി ജനാധിപത്യത്തെ വിലക്കെടുത്തവരെ തുറന്നു കാണിക്കുമെന്നും വ്യക്തമാക്കി. ജാഫർ തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി സത്യങ്ങൾ കൂടി പുറത്തുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കൂറുമാറ്റവും കോഴ വിവാദവും സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാലിന്റെ റിപ്പോർട്ടിലേക്ക്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം ഇടതുമുന്നണി പിടിച്ചതാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നത്. ആ ഭരണം പിടിച്ച വഴിയാണ് വിവാദമായതും. കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുമുന്നണി നേടിയത്. ഇത്തവണ 14 സീറ്റുകളിൽ 7 LDF 7 UDF എന്ന നിലയിലായിരുന്നു. എന്നാൽ 7 UDFിൽ 1 മുസ്ലിം ലീഗ് സ്വതന്ത്രൻ തലി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച EU ജാഫർ ആയിരുന്നു. ഈ EU ജാഫർ
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേനാൾ വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ മുസ്തഫയോട് സംസാരിക്കുന്ന ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് വലിയ വിവാദമായി മാറുന്നു. ഇതിൽ അദ്ദേഹം പറയുന്നത് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജാഫർ പറയുന്നത് CPM തനിക്ക് 2 ഓപ്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് CPMന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം എന്നുള്ളതായിരുന്നു ആ ജാഫറിന്റെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. ഈ സംഭാഷണം പുറത്തുവിട്ടത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥി PI ഷാനവാസാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജാഫർ കൂറുമാറി വോട്ട് ചെയ്തു. ഇടതുമുന്നണി അധികാരത്തിലെത്തി. ഇടതുമുന്നണിക്ക് 8 വോട്ടും UDFന് 6 വോട്ടും എന്ന നിലയിലായി. ഇതേസമയം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജാഫർ വിട്ട് നിൽക്കുകയും ചെയ്തു. ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഇടതുമുന്നണിക്ക് തന്നെ ലഭിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം തന്നെ ജാഫർ അംഗത്വം രാജിവെച്ചുകൊണ്ട് കത്തു നൽകി. ഇതാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഭവിച്ചത്. വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു, രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. സംസ്ഥാന മുന്നണി നേതാക്കൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട അവസ്ഥയിലെത്തുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് തങ്ങൾക്ക് ആരെയും ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും പണം നൽകി വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതും അന്വേഷിച്ച് നടപടിയെടുക്കും എന്നുള്ളതുമാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചയായി മാറും എന്നുള്ളതിൽ സംശയമില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. വടക്കാഞ്ചേരിയിലെ വോട്ട് അസാധുവാക്കിയ മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജാഫർ വെങ്കടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. ചാവക്കാട് ബ്ലാങ്ങാട് ബന്ധുവീട്ടിലായിരുന്ന ജാഫർ തൃശൂർ വഴി എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ വെങ്കടങ്ങിൽ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ ജാഫർ സമീപത്തെ പറമ്പിൽ കയറി മറ്റൊരു ഗേറ്റിലൂടെ റോഡിലേക്ക് ഇറങ്ങി. തുടർന്ന് പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിന് ജാഫർ പോലീസ് സഹായം ആവശ്യപ്പെട്ടു. പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധി കടന്നു പോകുന്നതിന് ആവശ്യമായ സംരക്ഷണം നൽകി ജാഫറിനെ പിന്നീട് പറഞ്ഞയച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കൂറുമാറ്റ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാർച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. അഴിമതിയിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ KV നഫീസ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി C പ്രമോദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ്, യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, സംസ്ഥാന സെക്രട്ടറിമാരായ സുശീൽ ഗോപാൽ, ജെറോം ജോൺ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മാർച്ചിന് 50 ലക്ഷം കോടി നൽകിക്കൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച നേതാക്കൾ. നാണിപ്പിക്കും വിധം കോഴ വിവാദം പുറത്തു വന്നതോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് ജനാധിപത്യത്തിന്റെ അന്തസ് കാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യൻ സംസ്കാരമാണ് CPM ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. CPMന് ആർത്തിമൂത്ത് ഭ്രാന്തായിരിക്കുകയാണെന്നും മറ്റത്തൂർ വിഷയത്തിൽ തങ്ങൾ നടപടിയെടുത്തുവെങ്കിലും ഇവിടെ അവർ നടപടിയെടുക്കുന്നില്ലെന്നും ടാജറ്റ് പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു കുതിരക്കച്ചവടത്തിലൂടെ കൈക്കലാക്കിയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ജനാധിപത്യത്തിന് ഒരു വ്യക്തമായ ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രീതി CPMും ഇടതുപക്ഷവും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. CPMന്റെ അധികാരത്തോടുള്ള ആർത്തിയാണ്. ഈ ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. CPMന് അധികാരം തലയ്ക്ക് പിടിച്ചെന്നും പണം നൽകി ആളുകളെ വശത്താക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. ജനാധിപത്യത്തെ അട്ടിമറിച്ച് ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുമായി എന്നു മുതലാണ് CPM നടപടി ആരംഭിച്ചതെന്നും CPMന്റെ ഉന്നതരായ നേതാക്കൾ അറിയാതെ ഇത് നടക്കില്ലെന്നും OJ ജനീഷ് പറഞ്ഞു. കരുവന്നൂർ കള്ളപ്പണത്തിന്റെ തൊണ്ടി മുതലാണോ ഈ ഓഫർ എന്ന് പരിശോധിക്കണമെന്നും OJ ജനീഷ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ജാഫർ മാഷ് അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റി എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരിച്ചിരുന്നതും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റുപറ്റിയതല്ല എന്നും അത് കൃത്യമായൊരു ഓഫറിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇന്ന് ജാഫർ മാഷിന്റെ തന്നെ ഒരു ഓഡിയോ സന്ദേശം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്
ശ്രീ മുസ്തഫയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ആ ഓഡിയോ സന്ദേശത്തിൽ ജാഫർ മാഷ് വളരെ കൃത്യമായി പറയുകയാണ്, ഇത് ജീവിതം സുരക്ഷിതമാക്കപ്പെടുന്ന ഒരു ഓഫറാണ്. നോക്കൂ, ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുകളുമായി എന്നു മുതലാണ് CPM സമീപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. CPIMന്റെ ഉന്നതരായ നേതാക്കന്മാർ അറിയാതെ ഇത്ര വലിയൊരു ഡീല് നടത്താൻ വേണ്ടി സാധിക്കില്ല. കരുവന്നൂരിലെ കൊള്ളയുടെ ഭാഗമായ തൊണ്ടി മുതലാണോ എന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരുന്ന, അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരുന്ന ആ തൊണ്ടി മുതലായ പണമാണോ ഈ പണത്തിന്റെ സോഴ്സ് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതേസമയം വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണ വേല ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ഒരു തരത്തിലുമുള്ള വോട്ട് വാങ്ങലും കുതിരക്കച്ചവടം തങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. മറ്റത്തൂരിൽ BJPയുമായി സന്ധി ചെയ്ത് കുതിരക്കച്ചവടം നടത്തിയത് കോൺഗ്രസ് ആണ്. പുകമറ സൃഷ്ടിച്ച് ആളുകളെ കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ജില്ലയിൽ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അപമാനകരമായ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വാർത്തകൾ വഴിതിരിച്ചു വിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന UDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല. ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന്റെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ്. ഒരു തരത്തിലും അതിന് വാസ്തവവുമായിട്ട് ബന്ധമില്ല. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം ജനാധിപത്യ വിരുദ്ധവും കേരളത്തിന് പുറത്ത് BJPയും മറ്റു സംഘടനകളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ തന്നെ നാണം കെട്ട കച്ചവടമാണ് നടന്നതെന്ന് ബോധ്യപ്പെടുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് പറഞ്ഞു. ഇക്കാര്യത്തിൽ തക്കതായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായമെന്നും CA റഷീദ് ആവശ്യപ്പെട്ടു. UDF സ്വതന്ത്രനായിട്ടാണ് ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചത്. അദ്ദേഹം 50 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറിച്ച് ചെയ്ത് എന്നൊരു വാർത്ത ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളും കാണാനിടയായി. തികച്ചും ജനാധിപത്യ വിരുദ്ധം എന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് BJPയും മറ്റു സംഘങ്ങളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ തന്നെ മറ്റൊരു നാണം കെട്ട കച്ചവടമാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുന്നു. ആ കാര്യത്തിൽ തക്കതായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം ഒളിവിൽ പോയ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മെമ്പർ സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്തു. അത് മുസ്ലിം ലീഗ് ചെയ്തത് മാതൃകാപരമാണ്. ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്ത രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ CPMന്റെ പ്രതിനിധി നഫീസ ആ തലസ്ഥാനം രാജിവെക്കണം എന്ന് കൂടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയാണ്. TCV ന്യൂസ് തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചകവാതക വിതരണ കേന്ദ്രത്തിൽ നിന്നും വാതക ചോർച്ചയെന്ന ആരോപണം. മേഖലയിൽ രൂക്ഷഗന്ധം പരന്നു. ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും നേരിട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി.
ആരൊക്കെയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ എത്ര ലക്ഷം രൂപ എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് ആണിത്? നിങ്ങൾക്ക് ഈ ഡിറ്റക്ടറിന് എന്ത് വില വരും? 1 ലക്ഷം രൂപ. ഇനി ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരെ ഷെയർ ഇട്ട് തരണം പൈസ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഉള്ളിൽ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒറ്റ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറിനെ ഒന്ന് വിളിച്ച് പുറത്തേക്ക് കാണിക്കും. ഒരു കെമിക്കൽ എഞ്ചിനീയർ, ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ, ഈ യൂണിറ്റ്, ഇത് മൂന്നും ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ തീർന്നു. അല്ല, നമ്മളെ കുത്തി പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം റുപ്യ നോക്കിയാ ഇത്രയും വലിയ യൂണിറ്റിൽ ഇത് ഒരെണ്ണം ഇല്ല, ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഇല്ല. ഇത് എങ്ങനെയാണ് ഈ സ്ഥാപനം ഓടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ നന്നായി. ഇതൊന്ന് എക്സ്പ്ലെയിൻ. ഒരു മിനിറ്റ്, ഇതിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ രാജ്യത്ത് വർഗീയത തിരിച്ചുകൊണ്ടുവരാൻ പല രീതിയിൽ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചാലിശ്ശേരിയിൽ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് ക്രൈസ്തവ ദേവാലയത്തിൽ കേക്കുമായി പോകുന്ന ചിലർ തന്നെ ക്രൈസ്തവരെ ആക്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ജാതീയതയെ അടിച്ചേൽപ്പിച്ച സ്ഥിതി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എന്നാൽ മതനിരപേക്ഷത ശക്തിപ്പെട്ടപ്പോൾ അതില്ലാതായി. പക്ഷേ രാജ്യത്ത് സ്ഥിതി വ്യത്യസ്തമാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അബ്ദുൾ സമദ് സമദാനി എം പി തുടങ്ങിയവർ സംസാരിച്ചു. അതേപോലെ തന്നെ നിലനിൽക്കുന്നതാണ് നാം കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുണ്ടായ പ്രത്യേകത നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ചയുണ്ടായി എന്നതാണ്. അത് ദേശീയ പ്രസ്ഥാനം, കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ നവോത്ഥാന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ജാതീയമായ ഇരിങ്ങാലക്കുട, പടിയൂർ, എടത്തിരിഞ്ഞി, കാക്കാതുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളിലെ പൂട്ട് തകർത്താണ് 4 അംഗ സംഘം മോഷണം നടത്തിയത്. എടത്തിരിഞ്ഞിയിൽ അണക്കത്തിപ്പറമ്പിൽ സോമന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലും സമീപത്തെ ബേക്കറിയിലും അണക്കത്തി അനിലൻ നടത്തുന്ന പലചരക്ക് കടയിലുമാണ് മോഷണം നടന്നത്. ഏകദേശം 50,000 രൂപയും വിവിധ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ നടന്ന മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 2 ബൈക്കുകളിലായെത്തിയ മോഷ്ടാക്കൾ നമ്പർ പ്ലേറ്റുകൾ മറച്ചുവെച്ചാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ബേക്കറിയിൽ കയറിയ മോഷ്ടാക്കൾ കേക്കും വൈനും കഴിച്ചാണ് പോയത്. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. കവർച്ചാ സംഘങ്ങളെ ഉടൻ തന്നെ പിടികൂടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ ആവശ്യപ്പെട്ടു. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആവശ്യപ്പെട്ടു. വാൽപ്പാറയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം. ചുവരും ജനൽപ്പാളികളും തകർത്തു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ആക്രമണം. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റ് പ്രദേശത്ത് തോട്ടം തൊഴിലാളിയായ ഗുരുസ്വാമിയുടെ വീടിന്റെ ജനലുകളും വാതിലുമാണ് കാട്ടാന തകർത്തത്. ആക്രമണമുണ്ടായതോടെ വീട്ടിലുണ്ടായിരുന്നവർ വാതിൽ തുറന്നോടി രക്ഷപ്പെട്ടു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികൾ ബഹളമുണ്ടാക്കിയാണ് കാട്ടാനയെ തുരത്തിയത്. മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചൊക്കന, മുപ്പിളി പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു. നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലയുകയാണ് തോട്ടം തൊഴിലാളികൾ. ഹാരിസൺ മലയാളം പ്ലാന്റേഷന് കീഴിലെ റബ്ബർ തോട്ടങ്ങളിൽ തൊഴിലാളികൾക്കാണ് വന്യജീവികളെ ഭയന്ന് പണിയെടുക്കേണ്ട അവസ്ഥയുള്ളത്. പാടികളിൽ താമസിക്കുന്നവരും വെള്ളിക്കുളങ്ങര, കോടാലി, ഇഞ്ചക്കുണ്ട്, മുരിക്കുങ്ങൽ, പത്തുകുളങ്ങര, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്നവരുമായ തൊഴിലാളികൾ പുലർച്ചെ 5 മണിയോടെയാണ് ടാപ്പിങ്ങിനായി എസ്റ്റേറ്റിലെത്തുന്നത്. റോഡിൽ പലയിടത്തും വഴിവിളക്കുകൾ ഇല്ലാത്തതും ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞും കാരണം കാട്ടാനകൾ തൊട്ടുമുന്നിൽ നിന്നാൽ പോലും കാണാനാവാത്ത അവസ്ഥയാണ്. റോഡിൽ നിൽക്കുന്ന കാട്ടാനകൾക്ക് മുന്നിൽ നിന്ന് ബൈക്ക് ഉപേക്ഷിച്ച് തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുന്നത് ഈ മേഖലയിലെ പതിവ് സംഭവങ്ങളാണ്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും തൊഴിലാളികൾ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ ഷുഹൈബ് വ്യാഴാഴ്ച രാവിലെ ഇത്തരത്തിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു. തൊട്ടപ്പുറത്തുനിന്ന് ആന വരുന്നത് കാണാൻ പറ്റില്ല. മഞ്ഞുകാലമായത് കാരണം ആകെ കോട മൂടി കൊടുക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ നിന്നാണ് ആനയുടെ വരവുണ്ടായത്. ഞാൻ ബൈക്കിൽ യാത്ര ചെയ്ത് പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു ആന അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടത് എന്റെ മുമ്പിൽ. അതായത് മരണത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. മേഖലയിൽ കാട്ടാനശല്യം പതിവായതോടെ തൊഴിലാളികൾ 4-5 പേർ ഒരുമിച്ച് ചേർന്നാണ് പുലർച്ചെ തോട്ടത്തിൽ പ്രവേശിക്കുന്നത്. തൊഴിലാളികളുടെ ഉച്ചത്തിലുള്ള സംസാരവും ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റിന്റെ വെളിച്ചവും അനുഭവപ്പെടുമ്പോൾ റബ്ബർ മരങ്ങൾക്കിടയിൽ തമ്പടിച്ചിട്ടുള്ള ആനകൾ നീങ്ങിപ്പോകാറുണ്ടെങ്കിലും ഒറ്റയാനടക്കം ആക്രമണ സ്വഭാവമുള്ള ചില ആനകൾ തങ്ങൾക്ക് നേരെ ഓടിയെടുക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു.
3 വർഷം മുമ്പ് മുപ്ലിയിൽ രാവിലെ സൈക്കിളിൽ ടാപ്പിങ്ങിനായി വന്നിരുന്ന തോട്ടം തൊഴിലാളി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. TCV ന്യൂസ്, കൊടകര. അരണാട്ടുകര പാടത്ത് വൻ തീപിടുത്തം. കനത്ത പുകയാണ് പ്രദേശത്ത് ഉയർന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മീഡിയനിലിടിച്ച് യുവാവ് മരിച്ചു. അങ്കമാലി മാങ്ങാട്ടുകര നിതിൻ വർഗീസാണ് മരിച്ചത്. കൂട്ടുകാരനൊപ്പം ബൈക്കിന് പിന്നിലിരുന്ന് കൊടൈക്കനാലിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. എടത്തുരുത്തി വെസ്റ്റ് അയനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തത്തിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. കയ്പമംഗലം കാക്കാത്തിരുത്തി സ്വദേശി ഇല്ലത്തുപറമ്പിൽ അൻസാറിനാണ് പരിക്കേറ്റത്. ഭാര്യയുമൊത്ത് ബൈക്കിൽ പോകുന്നതിനിടെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള ഗർത്തത്തിൽ വീണാണ് ഗുരുതര പരിക്കേറ്റത്. വാരിയെല്ലുകൾക്ക് ക്ഷതമേറ്റ അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസാറിന്റെ കുടുംബം അറിയിച്ചു. പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന ഗർത്തം മൂലം ഈ റോഡിൽ അപകടം പതിവാണെന്ന് പ്രദേശവാസികളായ കൊല്ലാറ സന്തോഷ്, ശോഭി എന്നിവർ പറഞ്ഞു. ഈ അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു തുടർക്കഥയാണ്. 1 മാസം കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇവിടുത്തെ കുഴി ഉണ്ടായിട്ടു. ഇവർ റിപ്പയർ ചെയ്യും, പോകും, ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ പൊട്ടും. കഴിഞ്ഞ മാസം 2 പെണ്ണുങ്ങൾ വീണിരുന്നു. ഭാഗ്യത്തിന് റോഡിലേക്ക് വീണില്ല, അവർ പുറത്തേക്ക് വീണ. എന്നിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തത്. അപ്പൊ ഇതൊരു തുടർക്കഥയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ അപകടമാണ്. 9 മണിക്ക് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ അദ്ദേഹം ഇവിടെ ഈ കുഴിയിൽ വീണത്. ഇതിൽ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടനെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതമകറ്റണമെന്നും സൗദി ദമാം KMCC തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ PK അബ്ദുൾ റഹീം പറഞ്ഞു. ബഹ്റൈൻ KMCC സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം, അൻവർ ചെറുവട്ടം എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV കയ്പമംഗലം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പുതുവർഷത്തലേന്ന് ബിവറേജസ് കോർപ്പറേഷൻ വിറ്റഴിച്ചത് 125.64 കോടി രൂപയുടെ മദ്യം. ഔട്ട്ലെറ്റുകളും വെയർഹൌസുകളിലുമായി ഡിസംബർ 31 വിറ്റതിന്റെ കണക്കാണിത്. കഴിഞ്ഞ പുതുവർഷത്തേക്കാൾ 16.93 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ബിവറേജസ് കോർപ്പറേഷൻ ഉണ്ടായത്. 2024 ഡിസംബർ 31 വിൽപ്പന 108.71 കോടിയുടേതായിരുന്നു. കടവന്ത്ര ഔട്ട്ലെറ്റാണ് വിൽപ്പനയിലെ ഏക കോടിപതി. 1.17 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. 2ാം സ്ഥാനത്ത് പാലാരിവട്ടവും 3ാം സ്ഥാനത്ത് എടപ്പാളുമാണ്. വിദേശമദ്യവും ബിയറും വൈനുമായി 2.07 ലക്ഷം കേസാണ് ഈ പുതുവർഷത്തലേന്ന് വിറ്റുപോയത്. കഴിഞ്ഞ ഡിസംബർ 31 ഇത് 1.84 ലക്ഷം കേസായിരുന്നു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ ബെവ്കോ 15,717.88 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ 31 വരെ 14,765.09 കോടി രൂപയുടേതായിരുന്നു വിൽപ്പന. ഈ മാസം 14 മുതൽ 18 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ കമ്മിറ്റി യോഗം തൃശൂരിൽ ചേർന്നു. ഓരോ വേദിയിൽ നിന്നുള്ള മത്സര ഫലങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അതത് സമയം പ്രസിദ്ധീകരിക്കാൻ ഫലപ്രദമായ രീതിയിൽ മീഡിയ സെന്റർ പ്രവർത്തിക്കും. യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പുഴയിലെ കാടുകുറ്റി ചൂണ്ടാണിക്കടവിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കല്ലൂർ സ്വദേശി 50 വയസ്സുള്ള സതീഷിന്റെ മൃതദേഹമാണ് അന്നമനട ഭാഗത്തുനിന്ന് കണ്ടെത്തിയത്.
പുഴയോരത്ത് നടന്ന പുതുവർഷ ആഘോഷത്തിൽ സതീഷ് അടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഇതിൽ സതീഷ് കുമാർ വീട്ടിൽ മടങ്ങിയെത്താതായതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. പുഴയോരത്ത് സതീഷ് കുമാറിന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് പുഴയിൽ വീണതാകാമെന്ന് കരുതി പോലീസും അഗ്നിശമന സംഘവും തെരച്ചിൽ നടത്തിയത്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ടോറസും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരേ ദിശയിൽ പോയിരുന്ന ബസ്സിന്റെയും ടോറസിന്റെയും വശങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ സൈഡ് സീറ്റിൽ യാത്രക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. അപൂർവ രോഗബാധിതനായ യുവാവിനെ SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖയുടെ കൈത്താങ്ങ്. വെങ്ങിണിശ്ശേരി തടത്തിൽ വീട്ടിൽ ബാബുവിന്റെ മകൻ സജിനായി സ്വരൂപിച്ച 75,000 രൂപ ശാഖാ ഭാരവാഹികൾ കൈമാറി. 26-കാരനായ സജിൻ ടി ബാബു അപൂർവ ജനിതക രോഗമായ ഹൈപ്രോക് സെലൂറിയ ടൈപ്പ് 1-നും വിട്ടുമാറാത്ത വൃക്കരോഗത്തിനുമുള്ള ചികിത്സയിലാണ്. ആഴ്ചതോറും 3 തവണയാണ് സജിൻ ഡയാലിസിസിന് വിധേയമാകുന്നത്. സജിന്റെ ജീവൻ രക്ഷിക്കാൻ വൃക്കയും കരളും ഒരേ സമയം മാറ്റിവെക്കണമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 50 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. സജിന്റെ സഹോദരനും സമാനമായ രോഗാവസ്ഥയിലാണ്. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടറിഞ്ഞാണ് SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖ ചികിത്സാ സഹായം നൽകാൻ തീരുമാനിച്ചത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ 75,000 രൂപ സമാഹരിച്ച ചികിത്സാ സഹായം ശാഖാ ഭാരവാഹികൾ സജിന്റെ പിതാവ് ബാബുവിന് കൈമാറി. ശാഖാ പ്രസിഡന്റ് AK ഗിരിജൻ, സെക്രട്ടറി രവി പറവത്ത്, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും SNDP യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റുമായ അനിത പ്രസന്നൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, യൂണിയൻ കൌൺസിലർ ഷൺമുഖൻ കളപ്പുരയ്ക്കൽ, വനിതാ സംഘം ശാഖാ സെക്രട്ടറി വിജയ ഷൺമുഖൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ടൗൺഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാഥ പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം CK തോമസ്, ജില്ലാ സെക്രട്ടറി TC നിമൽ, KK വത്സലൻ, സെബി ജോസ്, PA സോമസുന്ദരൻ, സുഭാഷ് G. കോലഴി തുടങ്ങിയവർ സംസാരിച്ചു. തിരുനാളിലെത്തുന്നവർക്കെല്ലാം പനിനീർപ്പൂക്കൾ നൽകുകയാണ് എറവ് കപ്പൽ പള്ളിയിൽ. കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്നെത്തിച്ച 10,000-ൽ പരം വിവിധ വർണ്ണങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് വിശ്വാസികൾക്കായി നൽകിയത്. കപ്പൽപ്പള്ളി പോലെ പ്രശസ്തമായ ഇവിടുത്തെ റോസാപ്പൂ വിതരണം തിരുനാളിന് മുന്നോടിയായുള്ള പ്രമുഖ ചടങ്ങാണ്. ഇതിനായി കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്ന് ശേഖരിച്ച 10,000-ലധികം റോസാപ്പൂക്കളാണ് ഇത്തവണയും ഒരുക്കിയത്. 10 നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് വിശ്വാസികൾക്കായി നൽകിയത്. പലവിധ വർണ്ണങ്ങളിലുള്ള പനിനീർ പുഷ്പങ്ങൾ അമ്മമാരുടെ നേതൃത്വത്തിലാണ് വിതരണത്തിന് തയ്യാറാക്കിയത്. തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന പൂപ്രസാദം വാങ്ങാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു. ഞാൻ ഈ ദേവാലയത്തെ കുറിച്ച് അറിയുന്നത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ നമുക്കിങ്ങനെ ഒരു പള്ളി ഞാനും കണ്ട് നമുക്ക് പോകാമെന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് കൊച്ചുരേസ്യാമ്മയുടെ നാമധേയത്തിലുള്ള പള്ളിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കൊച്ചുരേസ്യാമ്മയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. പുഷ്പകിരീടം ശിരസിൽ ധരിച്ച് അൾത്താരയുടെ മുൻപിൽ അണിനിരന്നവർ റോസാപ്പൂക്കൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഷംസാബാദ് ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ മെത്രാപ്പോലീത്ത ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് കപ്പൽപ്പള്ളി തിരുനാൾ. വിശുദ്ധ കൊച്ചുരേസ്യ പുണ്യവതിയുടെ ചരിത്ര പ്രസിദ്ധമായ റോസാപ്പൂ പെരുന്നാൾ ആരംഭിച്ചിരിക്കുകയാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ദേവാലയത്തെ അങ്കണത്തിലേക്ക് കടന്നു വരികയും നേർച്ചയായി റോസാപ്പൂക്കൾ വാങ്ങി ഒരു വർഷത്തോളം അത് അവരുടെ വീടുകളിൽ വെച്ച് അവരത് പ്രത്യേകമായി പുണ്യവതിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. TCV തൃശൂർ. തിരുവമ്പാടി ശ്രീ ഭഗവതിയുടെ വേലയോടനുബന്ധിച്ചുള്ള ദേശപ്പാട്ടിന് ശനിയാഴ്ച തുടക്കമാകും. ശനിയാഴ്ച പൂങ്കുന്നം ദേശത്തിന്റെ ദേശപ്പാട്ട് നടക്കും. തിങ്കളാഴ്ച വടക്കേങ്ങാടി ദേശത്തിന്റെ പിള്ളേർപ്പാട്ട് നടക്കും. ചൊവ്വാഴ്ചയാണ് വേല. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് ചുവടുവെച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി. ഇതുവരെ 49 കാൽമുട്ട് മാറ്റിവെക്കലും 3 ഇടുപ്പല്ല് മാറ്റിവെക്കലും ഇവിടെ വിജയകരമായി നടന്നുകഴിഞ്ഞു. അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ KS സുധീറിന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രി ഈ നേട്ടം കൈവരിച്ചത്. സ്വകാര്യ ആശുപത്രികളിൽ 2.5 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സ്വകാര്യ മേഖലയെ അപേക്ഷിച്ച് 35% കുറഞ്ഞ ചെലവിലും ഇവിടെ നടത്താനാകും. ഒരു 49ഓളം കാൽമുട്ടും 3 ഇടുപ്പ് മാറ്റിവെക്കലും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല സുഖകരമായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ബ്രാൻഡ്
ഇംപ്ലാന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊളീഗ്സിൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്നവരുടെ ഒരു ഹോൾ ഹാർട്ടഡ് ഇൻവോൾവ്മെന്റ് തന്നെയാണ് ഇത്രയും കേസുകൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് കടന്നു പോകാനുള്ള കാരണം. അണുബാധ സാധ്യത ഏറെയുള്ളതും 1 മണിക്കൂറിലധികം നീളുന്നതുമായ ഈ ശസ്ത്രക്രിയ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ നടത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന വ്യക്തിക്ക് 3 ആഴ്ച കൊണ്ട് സുഗമമായി നടക്കാൻ കഴിയും. 5% വരെ പരാജയ സാധ്യതയുണ്ടെങ്കിലും നാളിതുവരെ നടത്തിയ ശസ്ത്രക്രിയകളെല്ലാം വിജയകരമായിരുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് 5 അടിയോളം വലിപ്പമുള്ള മൂർഖനെ പിടികൂടി. പടിയത്ത് സുഭാഷിന്റെ വീട്ടുമതിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിക്കുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. കരിങ്കൽ തറയ്ക്കുള്ളിലായിരുന്ന പാമ്പിനെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തിയാണ് പിടികൂടിയത്. ഇതിനു പുറമെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടിയ 6 പാമ്പുകളെയും പ്രബീഷ് വനപാലകർക്ക് കൈമാറി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി വിജിലൻസ്. ആരോപണം നിഷേധിച്ച് EU ജാഫർ. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി ജാഫർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് ജനാധിപത്യത്തിന്റെ അന്തസ് കാക്കണമെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. കോൺഗ്രസിന്റെ പ്രചാരവേല ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. കേരളത്തിന് പുറത്ത് BJPയും മറ്റു സംഘടനകളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ നാണംകെട്ട കച്ചവടമാണ് നടന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്. രാജ്യത്ത് വർഗീയത തിരികെ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് കേക്കുമായി പോകുന്ന ചിലർ തന്നെ ക്രൈസ്തവരെ ആക്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട, പടിയൂർ, എടത്തിരിഞ്ഞി, കാക്കാതുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളിലെ പൂട്ട് തകർത്താണ് 4 അംഗ സംഘം മോഷണം നടത്തിയത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. വാൽപ്പാറയിൽ വീണ്ടും കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിയുടെ വീട് കാട്ടാന തകർത്തു. ഭീതിയിൽ തൊഴിലാളി കുടുംബങ്ങൾ. ചൊക്കന, മുപ്ലി പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിലും കാട്ടാന ശല്യം രൂക്ഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.